ഹായ്, എല്ലാവർക്കും അലങ്കൃതാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ നമുക്കൊരു ഫ്ലവറിൻ്റെ വർക്ക് ചെയ്യാം. ഒരു ഫ്ലവർ, 2 ലീഫ്. ഞാൻ ഓൾറെഡി ടോപ്പിൻ്റെ മെറ്റീരിയലിൽ കുറച്ച് സ്ഥലത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. കാസ്റ്റോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ചെയ്തേക്കുന്നത്. റോസ് മാതിരിയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് 2 ലീഫും ചെയ്തിട്ടുണ്ട്. അപ്പം ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. കാസ്റ്റോൺ സ്റ്റിച്ചിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ ഫ്ലവേഴ്സ് ഏതൊക്കെ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഈ ഫ്ലവറിന്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു 3 ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന തന്നെയാണ്. അതൊരു ചെറിയ ബുള്ളിയൻ നോട്ട് ഒരു മിഡിൽ ഭാഗത്ത് ചെയ്യാം. റോസ് ഒക്കെ ചെയ്യുമ്പോൾ, ബുള്ളിയൻ നോട്ട് റോസ് ഒക്കെ ചെയ്യുമ്പോൾ മിഡിൽ ചെയ്തില്ലേ, ഇതുണ്ട് അതുപോലെ. ഇത് കണ്ടോ, ഇതിന്റെ മിഡിൽ ചെയ്തേക്കുന്നില്ലേ 3 അതുപോലെ. അങ്ങനെ ബുള്ളിയൻ നോട്ട് 3 ചെയ്തു. ഇനി കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാം. ബുള്ളിയൻ നോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ നീഡിൽ കുത്തി എടുക്കുന്നത് അതുപോലെ തന്നെ എടുക്കാം. അതിനുശേഷം ലോക്ക് ചെയ്ത് ഓരോന്നും നീഡിലിനകത്തേക്ക് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ജസ്റ്റ് ലോക്ക് ചെയ്ത് ക്രോസ് ആയിട്ട് നൂല് വെക്കാം. ഒത്തിരി ഭയങ്കരമായിട്ട് മുറുക്കണ്ട, എന്നാൽ കുറച്ചൊന്ന് മുറുക്കി വെക്കണം. അതും കൂടെ കെട്ട് വീഴുന്ന പോലെ വീണോളും. കണ്ടോ, ഇതുപോലെ മുടിയൊക്കെ പിന്നി ഇടുന്ന പോലെ ആ ഒരു രീതിയിൽ വരും. എന്നിട്ട് കറക്റ്റ് ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് താഴേക്ക് കുത്തിയെടുക്കാം. കണ്ടോ, ഇതിനെ ഓരോ പെട്ടലായിട്ട് ഇങ്ങനെ ചെയ്യുക. ആ റോസിന്റെ ഷേപ്പിൽ തന്നെ വരും. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാവേ.
ഫ്ലവർ ചെയ്തു. ഇനി 2 ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്റ്റാൻഡ്സിൽ നൂലെടുത്തിട്ടുണ്ട്.
വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഏതോ ഒരു പിങ്ക് കളറായിട്ടാണ് കാണുന്നത്. ലൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ത്രെഡ് കഴിഞ്ഞു പോയി. പക്ഷെ അതിന് മുന്നേ എനിക്ക് വീഡിയോ ഇടണമായിരുന്നു. അതുകൊണ്ട് അത് ചെയ്തതിന് മുൻപ് തന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. എന്തായാലും ഈ ടോപ്പ് സ്റ്റിച്ച് എല്ലാം ചെയ്തതിന് ശേഷം സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക. ടോപ്പിൻ്റെയും കുർത്തിയുടെയൊക്കെ കുർത്തിയിലൊക്കെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുറത്ത് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ. അതാ സൗണ്ടൊക്കെ കേൾക്കുന്നത്. സോറി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.